Hello guys, it's Nadu here, so welcome back to my YouTube channel, Edwin Slopes. അപ്പോൾ വീണ്ടും അതിരാവിലെ ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ റോഡൊക്കെ ആകെ മോശമാണ് ഗൈസ്, ആകെ പൊളിച്ച് കുത്തി. ഓ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അയ്യോ, ചെയിൻ നമ്മുടെ കുറച്ച് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് പതുക്കെ പോകാൻ പറ്റുള്ളൂ ഗൈസ്. ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്, ചെയിൻ ലൂബ് ചെയ്തിട്ടില്ല. എനിക്കറിയാം മഴക്കാലത്ത് ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ലൂബ് ചെയ്യണമെന്നുള്ളത്, ലൂബ് ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല മഞ്ഞുണ്ട്, ഉറക്കത്തിന് എൻ്റെ കൊണ്ട് എൻ്റെ പട്ടി നല്ല റോട്ടിൽ നിന്ന് മാറി നിൽക്കൂ. പട്ടി സാർ രാവിലെ തന്നെ തണുപ്പിന് രാവിലെ നല്ല മഞ്ഞുണ്ട് ഗൈസ്. അത് പറഞ്ഞു വന്നതാണ്. ഞാൻ 2 പ്രാവശ്യം ഇതുപോലെ വ്ളോഗ് എടുത്ത ടൈമിൽ എന്താണ് നമ്മുടെ ബൈക്ക് ഇടയ്ക്കിടയ്ക്ക് ചതിക്കുന്നുണ്ട്, ഇടയ്ക്ക് സൗണ്ട് മിക്സ് ആവുന്നുണ്ട് നമ്മുടെ. അപ്പോൾ അതെന്താണെന്നുള്ളത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പൈസ അടച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കൊരു ആൻറ്റി ഫോഗിൻ്റെ മറ്റേതിൻ്റെ ഇത് ചെയ്താലേ പറ്റുള്ളൂ. ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് പോരുന്നത് അത് ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് കാര്യം. കാരണം മറ്റേ വണ്ടിക്ക് ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. പട്ടി സാർ അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം, ഇങ്ങനൊരു സമയത്ത് ഗ്യാപ്പ് കാണുമ്പോൾ നമ്മുടെ ഷെല്ല് പറഞ്ഞ പോലെ ഗ്യാപ്പ് കാണുന്നുണ്ട്, എടുത്തു പോയാലോ. അങ്ങനെ എടുത്തു പോയാൽ ഒന്നേതെങ്കിലും ബ്രേക്ക് പിടിച്ചാൽ ഡ്രൈവർ രക്ഷപ്പെട്ടു, വെച്ചെങ്കിൽ ആ എടുത്തിട്ട് പോയാൽ സോഷ്യൽ മീഡിയയിൽ വരും. നമുക്ക് ഈ വണ്ടിയുടെ പിന്നാലെ പോണത് വലിയ റിസ്ക്കാണ്. ഒരിക്കലും വലിയ വണ്ടിയുടെ പിന്നാലെ നമ്മൾ പോകാൻ നിൽക്കരുത് കഴിയും. അതിന് ഹെൽമെറ്റൊന്നുമില്ല, പറഞ്ഞിക്കാണ് റോഡ് സൈഡിൽ കൂടെ പോകാൻ മൊത്തം മോശമാണ് കാര്യം. വണ്ടി സണ്ടി പോകാൻ നമുക്ക് എവിടെയൊക്കെയാണ് കുഴികളൊന്നും അറിയില്ല. അപ്പോൾ പരമാവധി സൂക്ഷിക്കുക. ഇവിടെ കുറച്ചെങ്കിലും നല്ലതായിരുന്നു. അതൊക്കെ റോഡൊക്കെ കോളാക്കി ഇട്ടിട്ടുണ്ട് റോഡൊക്കെ. ഇതൊക്കെ ഇനി എന്ന് റെഡിയാക്കും? നിൻ്റെ അടുത്ത ഇലക്ഷൻ്റെ അന്ന് ചിലപ്പോൾ കാറ്റിട്ട് പോയിരിക്കും. ഒരു റോഡ് നല്ല പോലെ ഒക്കെ ഒരു സമ്മതിക്കില്ലല്ലോ. എന്താ റോഡുകളൊക്കെ ഉള്ളത് ഭയങ്കര എന്താ പറയുക, അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള റോഡുകൾ മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത് ഇപ്പോഴും. നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിൽ പോയി കഴിഞ്ഞാൽ വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റും. ഈ നമ്മുടെ നാട് മോശമാണെന്നല്ല പറയണത്, ബട്ട് നീഡ് ടു ഇംപ്രൂവ്. അടുത്ത റോഡ് സൈഡുകാരൻ
നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ റോങ് സൈഡൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അതിപ്രകരമായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ നേരത്തെ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബൈക്ക് ചലിച്ചോണ്ട് പിന്നെ ഇതൊക്കെ പൊട്ടിച്ച. സോ അതെന്തായാലും മ്യൂസിക് എന്താണ് ഒരു പാട്ടിൻ്റെ രീതിയിൽ സിനിമാറ്റിക് വീഡിയോ ആയിട്ട് ഇടാമ്പോഴാണ് ഇട്ടിട്ടുണ്ട്. അയ്യോ got to go home. Here we go. Thank you. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇപ്പോഴും ആൻറ്റി ഫോക്കറിൻ്റെ എന്താ ദൈവമേ, ഈ ബസ്സുകാരൊക്കെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോഴാണ് പേടിയാവുക. അത്ര സ്ഥലം ഉണ്ടോ പറ്റില്ല ഇങ്ങോട്ട് കയറി വരണം പാവകൾക്ക്. ഇത്ര വലിയ കാട്ട റോഡ് ഉണ്ടായിട്ട് ഇതാണ് പ്രശ്നം. നമുക്ക് സേഫായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇനി ഇത്ര സ്ഥലമാണപ്പോൾ അവർ ഇങ്ങോട്ട് കയറി വരുമോ? അതൊക്കെ ഒരു ഇഷ്യൂ തന്നെയാണ്. അത് റോങ് സൈഡ് കയറുന്നത് ഭയങ്കര ഇഷ്യൂ തന്നെയാണ്. നമ്മൾ കണ്ടോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഓ മൈ ഫ്രീക്കിംഗ് ഗോഡ്. ആള് ബുള്ളറ്റാണ് പോകുന്നത്. അതിനകത്ത് ഹെൽമെറ്റൊന്നും ഇല്ലാണ്ട് സൂചിച്ച് പോവുക. രണ്ടുപേർക്കും ഹെൽമെറ്റ് വേണം നിർബന്ധമാക്കിയ കാലത്തും രണ്ടുപേരും ഒരാളും ഹെൽമെറ്റ് ഇടാണ്ട് പോണ കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അയാൾ ഓടാണ്ടിരിക്കാൻ ആ കീ കൊടുത്തത്. പട്ടി സാർ ചതിക്കരുത്. റോഡ് മോശമാണ് ഗൂയിസ്. എന്താ കാണിക്കുന്നു മോനെ? ബുള്ളറ്റാണ് പറഞ്ഞിട്ട് ആളെടുത്ത് കയറി വരിക. അത് ആ റോട്ടിൽ കൂടെ, പൊളിഞ്ഞ റോട്ടിൽ കൂടെ. ബുള്ളറ്റിൻ്റെ ഉള്ള അഹങ്കാരമാണ് തോന്നുന്നത് ആൾക്ക്. വെറുതെ പറയുന്ന കേട്ടോ, ആരും ഒഫൻഡഡ് ആവണ്ട. പുറത്ത് വണ്ടി വരുമ്പോൾ ഇത് ജസ്റ്റ് വെയിറ്റ് ചെയ്യണമെന്നുള്ള ബോധമൊന്നുമില്ല. രണ്ടുപേരും എടുത്ത് പോവും. സോ ദാറ്റ് ഈസ് ദാറ്റ്. സോ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും റൈറ്റ് സൈഡിൽ നിന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഒരിക്കലും പോകാൻ ശ്രമിക്കരുത്. അത് ഭയങ്കര അപകടങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് കൂടിയൊരു സംഭവം. നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് അതിൻ്റെ മിഡിൽ ലൈനിലേക്ക് കയറിയിട്ട് നിങ്ങൾ അങ്ങനെ എടുത്ത് പോവുക. എൻ്റെ പൊന്ന് കഴിച്ച് ആളെന്താ കാണിക്കുന്നത്? ഇൻഡിക്കേറ്റർ ഇട്ട ഞാൻ പറഞ്ഞില്ല, ഈ സൈഡിൽ നിൽക്കാണ്ട് ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കയറുക, ഇൻഡിക്കേറ്റർ ഇടുക, ഇങ്ങനെ നിർത്തുക. ഒന്ന് പാസ് അടിച്ചിട്ട് കയറി പോവുക. നമ്മളവിടെ വലിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ പതുക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് പാസ് അടിക്കുക, അല്ലെങ്കിൽ ഹോൺ അടിക്കുക.
എന്നിട്ട് അവർ നമ്മൾ കണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി പോവാം. കണ്ടോ, അപ്പം ഞാൻ ഹോൺ അടിച്ചില്ലല്ലോ, ആൾ ഇങ്ങോട്ട് ഓടിച്ചിട്ട് കയറി വരിക. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പോൾ ഇന്നത്തെ സുപ്രഭാതത്തിലെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പറഞ്ഞുതരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മോട്ടോ വ്ളോഗ് നമ്മൾ തിരിച്ച് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എത്ര കാലം ട്രാവലിംഗ് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള നല്ല രീതിയിലുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സോ ഇതുപോലെ ഓടിച്ചാടി വരുമ്പോൾ വണ്ടി വരുമ്പോൾ പടാകാണ്ട് സൂക്ഷിക്കുക. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനത്തെ റോഡിൽ കൂടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ സൂക്ഷിക്കണം നല്ലതാണ്. ഈ വീട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഓടി വരും പിള്ളേരൊക്കെ. അപ്പോൾ അത് സൂക്ഷിക്കണമെന്നുണ്ട്. ഈ റോഡ് മോശമായിട്ടിരിക്കുന്നുണ്ട്, ഒരു സുഖമില്ല കൈ വണ്ടി ഓടിക്കുമ്പോൾ. നമ്മുടെ നാടിൻ്റെ എത്രത്തോളം ആൾക്കാരെ വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഇപ്പോൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള കാര്യം പറയാമല്ലോ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ അടുത്ത് കുറച്ചായിട്ട് ഈ യുവാക്കളെ എങ്ങനെ വെറുപ്പിക്കുക എന്ന് ചിന്തിച്ച് കിടക്കണ ആൾക്കാരാണ് തോന്നുന്നത്. സോ എന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി എന്തെങ്കിലും മാറ്റം വരുന്ന ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മാറ്റങ്ങൾ വരട്ടെ, രാജ്യം നന്നാവട്ടെ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ബാക്കിയൊന്നും പറയുന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ ന്യൂട്രൽ വരുന്നുണ്ട് വള്ളിച്ചേരിപ്പ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ മറക്കണ്ട. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ഡ്രീം. സോ മച്ച് മോർ ഗൈസ്, പീസ്. സിസ്റ്റർ വി what I'm talking about. ഈ പൂച്ചേനെ സൂക്ഷിക്കണം ഗൈസ്, അല്ലെങ്കിൽ പൊക്കോ. പൂച്ച സാറിനെ വിശ്വസിക്കാൻ പാടില്ല. എൻ്റെ പപ്പട വണ്ടിയിലൊക്കെ ആകെ പൊളിച്ചിട്ട് അടക്കിയിരിക്കുന്നു. ആകെ പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ. അപ്പോൾ ഇത്രയോടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എനിവേ സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരോടും താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണാം, പിന്നെ കാണാം. Have a good day, boys.